അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹഫ്സൽ. ഞാനൊരു ചെറിയ സംശയം ചോദിക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ ധാരണ തെറ്റാവും. ഇപ്പോൾ ഹദീസുകൾ പല വിധത്തിലുണ്ടല്ലോ. അള്ളാഹു അറിയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അല്ലെങ്കിൽ നബിയുടെ പ്രവൃത്തി, നബിയുടെ വാക്ക്, നബി മൗനാനുവാദം കൊടുത്ത് സഹാബാക്കൾ ചെയ്ത്, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം സഹാബാക്കളോ താബികളൊക്കെ ചെയ്തത് ഹദീസുകളായിട്ട് സഹിയായിട്ട് വരുന്നുണ്ടോ? അത് എങ്ങനെയാണ് നബിയിലേക്ക് എത്തുന്നത്? അതിനെ എങ്ങനെയാണ് സഹിയാക്കുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ അതിലൊരു ക്ലാരിറ്റി തരുമോ? അതുപോലെ ഇജ്മാവും കിയാസും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നേരത്തെ MDMA പറഞ്ഞു, ഒരു ഉദാഹരണമുണ്ട്. അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണ് ശരിക്കും? ഇജ്മാ എന്താണ്, കിയാസ് എന്താണ്? ഒന്ന് വിശദീകരിച്ചാൽ, ചെറുങ്ങനെ വിശദീകരിച്ചാൽ നന്നാവും തോന്നുന്നു. നബിതങ്ങളുടെ കാലശേഷം സ്വഹാബത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും അതിനെങ്ങനെയാണ് നമ്മൾ ഈ ഗണത്തിൽ എണ്ണിപ്പറയുക എന്നാണ്. സ്വഹാബിമാരുടെ വാക്കും പ്രവൃത്തികളും എല്ലാം ഒരേ നിലവാരമല്ല. എല്ലാ സ്വഹാബിമാരുടെ വാക്കും പ്രവൃത്തിയും ഒരേ നിലവാരവുമല്ല. ചില വാക്കുകൾക്ക് നബിതങ്ങൾ പറഞ്ഞ വാക്കുകളുടെ അതേ വിധി നൽകുന്നതുണ്ട്. ഉദാഹരണമായി സ്വർഗത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് സ്വഹാബി പറഞ്ഞു വിചാരിക്കുക. ഒരു സ്വഹാബി അങ്ങനെ പറഞ്ഞാൽ രണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, ആ സ്വഹാബി നബിയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയതായിരിക്കും. പക്ഷെ നബി പറഞ്ഞത് പറഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ ഉണ്ട് സ്വഹാബി പറഞ്ഞു. അല്ലെങ്കിൽ ആ സ്വഹാബി സ്വന്തമായി ഉണ്ടാക്കി പറയണം. ഈ രണ്ട് സാധ്യതയുള്ളൂ. ഒരു സ്വഹാബി ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കി പറയില്ല, കളവ് പറയില്ല. അപ്പോൾ പിന്നെ ഏത് സാധ്യത ഉള്ളത്? ഒന്നാമത്തേതാണ്. അപ്പം നബിതങ്ങളിൽ നിന്ന് ആ സ്വഹാബിക്ക് അത് മനസ്സിലായി എന്നാണ് നമ്മൾ വിചാരിക്കുക. എന്നാൽ നബിതങ്ങൾ പറഞ്ഞ ഒരു വാക്കിൻ്റെ സ്ഥാനം ഇതിനുണ്ടാകുമോ? ഇല്ല. എന്നാൽ അതിൻ്റെ ഹുക്കുമുണ്ടാവും. സ്ഥാനത്തിൽ താഴെയാണ്, എന്നാൽ വിധിയിൽ ഇതിനും മർഫൂഇൻ്റെ ഹുക്കുമെന്ന് പറയും. നബിതങ്ങൾ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ സ്വീകരിക്കുമോ അതുപോലെ സ്വീകരിക്കേണ്ടതാണ്. കാരണം സ്വഹാബി ഒരിക്കലും ഉണ്ടാക്കി പറയുകയില്ല. വിശ്വാസകാര്യങ്ങൾ, ഗവേഷണം ചെയ്ത് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഒക്കെ സ്വഹാബി പറഞ്ഞാൽ അത് നബിതങ്ങൾ പറഞ്ഞ വാക്കുകളുടെ അതേ വിധി അതിനുണ്ട്, അതേ സ്ഥാനം അതിനില്ല. ഈ രണ്ടാമത്, ആ സ്വഹാബി പക്ഷേ പഴയ കാലത്ത് ഒരു യഹൂദിയോ ഇസ്ലാമിക്കായിരുന്നു, പിന്നെ ഇസ്ലാം സ്വീകരിച്ച് വന്ന ആളാണ്, തൗറാത്തും ഇഞ്ചിലും പഠിച്ചൊരാളാണ് എങ്കിൽ മൂന്നാമത് സാധ്യത കൂടി വന്നു. ഒരു പക്ഷേ അദ്ദേഹം തൗറാത്ത് പണ്ട് പഠിച്ച ആ ഓർമ്മയിൽ പറഞ്ഞതായിരിക്കാം. നബി പറഞ്ഞിട്ടില്ലല്ലോ, നബി പറഞ്ഞത് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ സാധ്യത അവിടെ ഉണ്ട്. ഇസ്രായേൽ ഉദ്ധരിച്ചതാണ്, ജൂത പണ്ഡിതന്മാരുമായി ബന്ധമുണ്ടായതാണ്. അപ്പം ഈ സാധ്യത ഉണ്ടായത് കൊണ്ട് തന്നെ ഹുക്കുമ് കൊടുക്കുകയില്ല. നബി തങ്ങൾ പറഞ്ഞതിന് ഹുക്കുമ് അത് ഉണ്ടാവുകയില്ല. അതേപോലെ സ്വഹാബിമാരുടെ പ്രവർത്തി മറ്റേ അതേപോലെ ചില കാര്യങ്ങൾ സ്വഹാബികൾ പറയും, മിന സുന്നത്തി കഥ, ഇന്ന കാര്യം സുന്നത്തിൽപ്പെട്ടതാകുന്നു. അതിനർത്ഥം നബി തങ്ങൾ സുന്നത്തിൽപ്പെട്ടതാണെന്നാണ്. അല്ലെങ്കിൽ പറയും, നബിയുടെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, നബിയുടെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഒരു സ്വഹാബി പറഞ്ഞാൽ അത് നബി തങ്ങൾ അംഗീകരിച്ചു എന്നതിനർത്ഥം. നബിയുടെ കാലത്ത് ചെയ്യാറുണ്ടായിരുന്നു പറഞ്ഞാൽ അതിനർത്ഥം അത് നബി അറിഞ്ഞിട്ടുണ്ട്, നബി എതിർത്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. അപ്പം സ്വഹാബികളെ എല്ലാ വാക്കും ഒരുപോലെയല്ല, സ്വഹാബിമാരുടെ എല്ലാ പ്രവൃത്തിയും ഒരുപോലെയല്ല, എല്ലാ സ്വഹാബിമാരുടെയും വാക്കും പ്രവൃത്തിയും ഒരുപോലെയല്ല. അതിലൊക്കെ ഏറ്റവും വ്യത്യാസങ്ങളുണ്ട്. ഈ പറയപ്പെട്ട നിബന്ധനകൾ ഒത്തുവരുന്നിടത്ത് അത് നമുക്ക് തെളിവായി സ്വീകരിക്കും. അതാണ് പൊതുവെ അതിൻ്റെ ഒരു ബേസ്. പിന്നെ ഇജ്മാഉ ഖിയാസ്. ഇജ്മാഉ ഖിയാസ് എന്നുള്ളത് അനുബന്ധ പ്രമാണങ്ങളാണ്. വിശുദ്ധ ഖുർആനിലോ നബി തങ്ങളുടെ സുന്നത്തിലോ നേർക്ക് നേരെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യം, എന്നാൽ അതിൽ ഇന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം എന്ന് എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ നബിയുടെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു വിഷയത്തിൽ മുസ്ലിം ലോകത്തെ ഗവേഷകന്മാരായ മുഴുവൻ ആലിമീങ്ങളും ഒരു കാര്യത്തിൽ ഒരേ വിധി പറയുന്നു. തമ്മിൽ ചർച്ച ചെയ്തിട്ടല്ല. ഓരോ രാജ്യത്തുമുള്ള പണ്ഡിതന്മാർ ഇത് ഫത്വ കൊടുത്തപ്പോൾ എല്ലാവരും ഒരേ ഫത്വയാണ് നൽകിയത്. എങ്കിൽ ആ ഏകോപനമാണ് ഇജ്മാഅ്. നബി തങ്ങൾ പറഞ്ഞു, ലാ തജ്തമഉ ഉമ്മത്തി അലാ ളലാല, എൻ്റെ ഉമ്മത്തൊരിക്കലും ളലാലത്തിൽ ഒരുമിച്ച് കൂടുകയില്ല എന്നാണ്. ഈ ഉമ്മത്തിന് ഇസ്മത്തുൽ മഅസൂമായ ഉമ്മത്താണ്. വ്യക്തികൾക്ക് തെറ്റുപറ്റാം, ഉമ്മത്ത് ഒന്നിച്ച് തെറ്റിൽ യോജിക്കുകയില്ല. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് വിളിച്ചു പറയാനും ഒരാളെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ ഉമ്മത്ത് എല്ലാവരും ഏകോപിച്ച് പറഞ്ഞാൽ അതിനർത്ഥം അത് ശരിയാണ് എന്നാണ്. അതാണ് ഇജ്മാഅ്. ആ ഇജ്മാഅ് പ്രമാണമാണ് ഖുർആനും സുന്നത്തും ഇല്ലാത്തിടത്ത്. വ്യക്തമായ ഹദീസ് വന്നൊരു കാര്യം, അതിനെതിരേറ്റ് ഇജ്മാഅ് ഉണ്ടായാൽ ആ ഇജ്മാഅ് സ്വീകാര്യമല്ല. അങ്ങനെ ഇജ്മാഅ് ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇജ്മാഅ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇജ്മാഇന് വിലയില്ല, പ്രമാണം വന്നു കഴിഞ്ഞു. ഖിയാസ് എന്ന് പറഞ്ഞാൽ
പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെടാത്തൊരു കാര്യത്തിനെ പഠിപ്പിക്കപ്പെട്ട കാര്യത്തിനോട് കമ്പയർ ചെയ്യുക. ഇപ്പോൾ നേരത്തെ MDMA ഒക്കെ പറഞ്ഞല്ലോ. അപ്പം നബിയുടെ കാലത്ത് മദ്യമുണ്ട്, മദ്യം ഹറാമാണ് എന്ന് പറഞ്ഞു. അപ്പം മദ്യം ഹറാമാവാൻ എന്താണ് കാരണം? പല കാര്യങ്ങൾ പറയാൻ വേണമെങ്കിൽ മദ്യത്തിന് പണം നാശാകുന്നു അതുകൊണ്ട് ഹറാമാണ് എന്ന് ഒരാൾക്ക് വാദിക്കാമല്ലോ. മദ്യത്തിന് സ്മെല്ലാണ് ഹറാമാകാൻ കാരണം എന്ന് വേണമെങ്കിൽ പറയാം. മദ്യത്തിന് കളറാണ് ഹറാമാകാൻ കാരണം എന്നൊക്കെ പറയാം. അപ്പോൾ പല കാര്യങ്ങളുണ്ടാവാം. ഏതാണ് ആ വിധി വരാനുള്ള കാരണം? അപ്പോൾ കളറാണോ? കളറാണെങ്കിൽ അതേ കളറുള്ള എല്ലാ പാനീയം ഹറാമാ പറയേണ്ടി വരും. എന്നാൽ അതൊന്നുമല്ല, നേരെ മറിച്ച് ലഹരി എന്നതാണ് ഹറാമാവാനുള്ള കാരണം എങ്കിൽ ഇനി ആ ലഹരിയുള്ള മറ്റെന്ത് സംഗതി വന്നാലും അതും ഹറാമാണ്. മദ്യം മാത്രമല്ല, അതാണ് ഖിയാസ്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തും വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട വിഷയത്തിനോട് പഠിപ്പിക്കപ്പെടാത്തൊരു കാര്യത്തെ കമ്പയർ ചെയ്യുക. അതിനൊരുപാട് നിബന്ധനകളുണ്ട്. രണ്ടിൻ്റെയും ഈ കാരണം ഒന്നായിരിക്കണം. ആ കാരണം കൊണ്ടാണ് ഈ വിധി വന്നത് സ്ഥിരപ്പെട്ട് വരണം. എന്നിട്ട് ആ കാരണം അതേ അർത്ഥത്തിൽ ഇതിലുണ്ട് എന്നുള്ളത് സ്ഥിരപ്പെടണം. ഇതെല്ലാം ഒത്തുവരുമ്പോഴാണ് ഖിയാസ് ഉണ്ടാവുക. അങ്ങനെ ഒരു ഖിയാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഖിയാസ് ഇസ്ലാമിൽ പ്രമാണമാണ്. സ്ഥിരപ്പെട്ട ഖിയാസ് ആണെങ്കിൽ അത് പ്രമാണമാണ്. എന്നാൽ ആ ഖിയാസിൽ തന്നെ ഖിയാസുൻ ഫാസിലുണ്ട്, തെറ്റായ ഖിയാസുണ്ട്. ഈ പറയപ്പെട്ട നിബന്ധനകളും ഒക്കാതെ ഖിയാസ് ചെയ്തു. ഒരാൾ പറയാം കള്ള് ഹറാമാണല്ലോ, അവിടെ കട്ടഞ്ഞായി ഹറാമാണ്, രണ്ടും ഒരേ കളറാണ് എന്ന് പറഞ്ഞാൽ അത് ഖിയാസല്ല. ആ ഖിയാസ് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം കളറ് കൊണ്ടല്ല മദ്യം ഹറാമായത്. അവിടെ അത് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുകയുമില്ല. ഇതാണ് ഖിയാസ്. അപ്പോൾ ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. ഇജ്മാഇൻ്റെയും ഖിയാസിൻ്റെയും അവലംബം ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ടാണ് ഖുർആനും സുന്നത്തും അടിസ്ഥാന പ്രമാണം, ഇജ്മാഉം ഖിയാസും അനുബന്ധ പ്രമാണം എന്ന് പറയുന്നത്. മൊത്തം 4 പ്രമാണങ്ങൾ, 2 അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനും ഹദീസും. ഇജ്മാഉം ഖിയാസും അനുബന്ധ പ്രമാണമാണ്. അഥവാ ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്ന ഇജ്മാഉം ഖിയാസുമാണ് സ്വീകരിക്കുക. അതിനെതിരായി വന്നാൽ ആ ഖിയാസിന് സ്ഥാനമില്ല, ഇജ്മാഇനും സ്ഥാനമില്ല. മുസ്ലിം ഉമ്മത്തിലെ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദീങ്ങളായ ഗവേഷകന്മാരായ എല്ലാ പണ്ഡിതന്മാരും യോജിക്കണം. അപ്പോഴേ ഇജ്മാ ആവുകയുള്ളൂ. മദീനക്കാർ മാത്രം യോജിച്ചു, ഇജ്മാ ആവില്ല. മക്ക മദീനക്കാർ എല്ലാവരും യോജിച്ചു, ഇജ്മാ ആവുകയില്ല. എല്ലാവരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള ഗവേഷകന്മാർ മുഴുവനും യോജിച്ചെങ്കിൽ മാത്രമാണ് ഇജ്മാ ആവുക. അല്ലാഹു അഅലം.